വെളിച്ചെണ്ണ കച്ചവടക്കാരൻ കുഞ്ഞവറാന്റെ മോളെ കാണാൻ പോയിട്ട് നീ എന്തോ ഒരു അക്ഷരം ഉണ്ടാക്കി കടന്നു കളഞ്ഞേ. ഓക്കെ, എന്താ സൗന്ദര്യല്ലേ? ആകെ മൊത്തത്തിലൊരു ചന്ത ഇല്ലാന്ന് ഞാൻ പറയണില്ല, പക്ഷെ നിറം ക്ലാരയുടെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. നിറാണ് പ്രശ്നം. ആ പോസ്റ്റ് ഓഫീസിൽ അന്തോണിച്ചന്റെ മോളെ നോക്കായിരുന്നില്ലേ? ഓള് വെളുവളാന്നല്ലേ ഇരിക്കുന്നത്? അത് വെളുപ്പല്ല പാണ്ട. എന്റെ കുഞ്ഞിക്ക സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ മുടിയാ. അത് ക്ലാരയ്ക്കുള്ള പോലെ അരക്കെട്ട് കവിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കിടക്കണം. അതൊക്കെ പോട്ടെ, ഇന്ന് കാണിക്കാന്ന് പറഞ്ഞ പുതിയ പെണ്ണിന്റെ ഫോട്ടോ ഇവിടെ. നീ ആദ്യം വണ്ടി സൈഡാക്ക്. മതി, നീ ആ കോയിനെ പിടിച്ച കഴിയും തുടക്ക വലാലോ. ഹൈ, മൂക്കില് പോയി. അത് പ്രശ്നമാക്കണ്ടാന്ന് ആക്കിയാ മതി, ശരിയായിക്കോളും. ഇക്ക 4ാം ക്ലാസ്സിൽ തോറ്റോണ്ട് മാത്രമായില്ല, കുറച്ചൊക്കെ സൗന്ദര്യബോധം വേണം. ഇക്ക ക്ലാരയുടെ മൂക്ക് കണ്ടിട്ടില്ലേ? നല്ല വളഞ്ഞ മൂക്ക് മാത്രമായിട്ട് ഞാൻ കണ്ടില്ല. കുറെ കാലായി നീ ഏത് പെണ്ണിനെ കണ്ടാലും ക്ലാരയുടെ നിറമില്ല, ക്ലാരയുടെ മുടിയില്ല. ഇനി നീ ക്ലാര പോയിട്ട് ക്ലാന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ആളെ വിട്ടടിപ്പിക്കും. എടോ, ഓള് കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളുമായി. എന്നിട്ടും എന്നെ കണ്ടുപിടിക്കേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. ഈ എന്റെ ക്ലാരയുള്ള പ്രേമം പോലെ തന്നെയാണ് ഞാനും എന്റെ ജമീലേറ്റും. എന്നിട്ടോ ഞാൻ ഓളാപ്പന്റെ മോള് സൂറിനല്ല എനിക്കറിയത്. പിന്നെ സൂറിനെ നമ്മൾ ഒഴിവാക്കി. വിവാഹത്തോടെ ഞാൻ കെട്ടണമെന്നാണ് ജമീലിന്റെ നിക്കാഹ്. ആരേറ്റ്? അബോക്കരേറ്റ്. അബോക്കർ ജമീലിനെ ഒഴിവാക്കി. അപ്പൊ ഓളെ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹത്തോടെ ഒഴിവാക്കി. വിവാസു അല്ല, വിവാത്തു. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് വഴികളുണ്ട് മോനെ. കാര്യം വരുമ്പോ ഒരുമാതിരി വിളിക്കരുതേ. എത്ര കാലമായിട്ടും ഞാൻ ഇതായിട്ട് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഉളുപ്പില്ല എനിക്ക്. ഒരു ആനനെ വാങ്ങുന്ന കാര്യമൊന്നുമല്ലല്ലോ, ഒരു കല്യാണം കഴിക്കണതല്ലേ. ഇക്ക, എന്റെ മനസ്സിലുള്ള പെണ്ണ് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണല്ല. എന്റെ ഹലാക്കിന്റെ മനസ്സൊന്ന് തുറക്ക്, നമ്മളൊന്ന് നോക്കട്ടെ. ഇത് തപ്പിയിട്ട് കിട്ടിയില്ല, നമുക്കൊന്നിനെ കടയിച്ചുണ്ടാക്കാം. പറഞ്ഞാ കടഞ്ഞെടുക്കാൻ പറ്റിയ തച്ചന്മാരി കിനാശ്ശേരിയിൽ ഉണ്ടോ? ഇക്ക, കിനാശ്ശേരിയിൽ ദുബായിന്ന് വരുത്തിക്കാണ്. നീ എന്റെ മനസ്സൊന്ന് തുറക്ക, എന്റെ പെണ്ണിനെ നമ്മളൊക്കെ ഒന്ന് കാണട്ടെ. ആളിറങ്ങാനുണ്ട്, ആളിറക്കണം. അതെ, ഞാൻ ഇവിടെ ഇറങ്ങിയാലോ? ജീപ്പിന്റെ ആവശ്യത്തോളല്ലോ. ചീട്ടുകളി കണ്ടൂല്ലേ? ആഹാ, ആ ചിരിക്ക് കൊടുക്കണല്ലോ 100 റുപ്യ. കൈ ചില്ലറ ഇറങ്ങി വാ. കയ്യിലുള്ളത് ചില്ലറയല്ല, കാലത്തെ അപ്പനെ പീടിയയിൽ ഒറ്റയ്ക്ക് ഇരുത്തിട്ടാ പോകുന്നത്. എന്നാ പിന്നെ വേഗം വിട്ടാ. എന്താ ഈ പെണ്ണ് കാണല്ലേ? വല്ലതും ഒക്കുവോ? പിന്നെ ഒത്തു കഴിഞ്ഞല്ലോ കുഞ്ഞിക്കാക്ക 50 റുപ്യ. ഓന്റെ വർത്താനം കേട്ടാത്തൊന്നും എനിക്ക് ഇഷ്ടാവാണ്ടാന്ന്. തടി ക്ലാരയേക്കാൾ ഒരു 100 കൂടുതലാ. പിന്നെ എന്റെ തലയിലെടുത്തിന് ഞാനത് ഏറ്റവും പോയി. ഒന്ന് നീതി മോനെ. ആ ചെറിയ വര 100 ഗ്രാം അല്ലേ? കൈ കടേന്റെ മോളെ ഒന്ന് വേഗം തീരുമാനാക്ക്. ശരി. ഈ കുന്ത്രാണ്ടം വെറും തട്ടിപ്പാ. കട്ടി വെച്ച് നോക്കിയാലേ ശരിക്കുള്ള തൂക്കം കിട്ടും. ഞാനേ ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയ പണിയല്ല. ഞാനും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. ഒരു കാര്യം ചെയ്യും, നീ തന്നെ നേരിട്ട് ചന്തയിൽ കൊണ്ടേ ബുക്ക്. പേടിപ്പിക്കല്ലേ ഗോപേട്ടാ. ചന്തയിലെത്തിയതിന് എത്ര കിട്ടുന്ന അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നല്ല, പിന്നെ പോട്ടേന്ന് വെച്ചിട്ടാ. ആയിടെ കാശെടു. അപ്പൊ ചേന എത്ര കിലോ എന്നാ പറഞ്ഞത്? 15 കിലോ. 15 ചേച്ചി ഇത് കൊണ്ടുവരൂ. പടവലങ്ങ മൂപ്പ് വളരെ കമ്മിയാണല്ലോ. ഒരു 50 പൈസയുടെ കുറവുണ്ടല്ലോ. 50 പൈസ പിച്ചക്കാരും കൂടി വാങ്ങില്ല എന്റെ മോളെ. ഇതേ പിച്ചക്കാർക്ക് കൊടുക്കാനുള്ളതല്ല. എന്റെ ഗോപിയേട്ട, ഇവളുടെ കൈ കൊണ്ട് പിച്ചക്കാരന് 50 പൈസ കൊടുക്ക്. ഗോപിയേട്ടന് ഗൗരിയെ ശരിക്കും മനസ്സിലായിട്ടില്ലേ? ഇവളോടൊന്നും കച്ചവടം ചെയ്യാൻ നടക്കൂല. മോളെ എന്റെ 50 പൈസ. പെണ്ണ് കാണാൻ പോയിട്ട് എന്തായടാ? പെണ്ണ് കുഴപ്പമില്ല കേള് പോലീസ്, പക്ഷെ മുടി ക്ലാരയുടെ അത്രയ്ക്കും പോരാ. ക്ലാരയുടെ മുടി കണ്ടിട്ടില്ലേ? നല്ല കറുകറാന്ന് കറുത്തിട്ട്. അതെ, ക്ലാരയുടെ മുടി അങ്ങനെ തന്നെയാ, അല്ലാണ്ട് നിന്റെ പോലത്തെ കണാപ്പ് മുടിയല്ല. അതെ, സ്റ്റേഷനിലേക്കാണോ ഷാപ്പിലേക്കാണോ? അയില 3 എണ്ണം 30. അല്ലോ, മീനില്ല, തീർന്നു പോയേ. അപ്പൊ കൂക്കിയതോ? നമ്മൾ അറിയാതെ പോയി പോയതാണ്. അന്നോട് വില ഇറക്കി എന്നാലേ ഞമ്മന്റെ മീൻ ഇവിടെ ചീഞ്ഞു പോകും മോളെ. അപ്പാ, ചാക്കോ മാപ്പിളേ, ഇതെവിടെ പോയി കിടക്കണോ? അയ്യോ അപ്പാ, അയ്യോ ആരെ കൂട് പറഞ്ഞിട്ടത്? എന്റെ കോഴി. അപ്പാ, അപ്പാ, അതായിരുന്നു മഹാത്മാഗാന്ധികളുടെ സ്വപ്നം. ഭാരതത്തിന്റെ ആത്മാവ് കാണണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന് നമ്മെ ആഹ്വാനം ചെയ്ത ആ മഹാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു? ആ മഹാൻ കണ്ട സ്വപ്നം എന്നൊന്ന് പറഞ്ഞേ. മദ്യവിമുക്തമായ ഒരു ഇന്ത്യ, സർവ്വ മനുഷ്യരും സഹോദര സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു ഇന്ത്യ. ആരത് കണ്ടേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഈ പേരെവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ആ കിനാശ്ശേരിക്കാരനാണോ? മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ.
സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്തെത്ര ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗണ്ട? സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ലോക്കൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ബെന്നി കൊമ്പനക്കാട്ടിനെ ക്ഷണിക്കുന്നു. കൊമ്പനാട് സെബാസ്റ്റ്യൻ, നീ മാപ്പിള അവിടെ ഓടിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞു ഓടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എണീക്കാൻ വയ്യത്തോണ്ട് ഇരിക്കാന്നാ പറഞ്ഞു. ആണ് നല്ല ഫിറ്റാ. ഒന്നോടൊന്ന് പറഞ്ഞേ. രാഘവട്ടോ, ഈ ഷാപ്പ് എപ്പോഴും കൊമ്പനക്കാട്ട് തന്നെ അല്ലേ? എന്തേ? അല്ല, അവിടെ നന്ദി പറയുന്ന അവിടുത്തെ ഇളയ സന്തതിയാ. ഓ, അതൊരു പുകഞ്ഞ കൊള്ളിയാ. അഭിവന്ദ്യരായ മദ്യപാനികളെ, അത് കലക്കി. മദ്യം കഴിക്കാത്ത നല്ലവരായ ബാക്കിയുള്ള നാട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ നമോവാകം. നിങ്ങൾക്ക് എന്റെ നമോ വാകം. നമസ്കാരം. അങ്ങനെയും പറയാം. അതെ എന്തേ ചക്കോപ്ലേ, ഒന്ന് എണീറ്റേ. എന്നെ എടുക്കടാ. കുറ്റം പറയടാ. നന്ദി വേണ്ട. കളിക്കണി. വണ്ടി ഒന്ന് പിടിച്ചേ. മോനെ റെജി, ഇവൻ നിന്റെ അപ്പനെ തടിയിടാ. അടിക്കണവനെ. കള്ളു കുടിച്ച് ബോധമില്ലാത്തോണ്ടല്ലേ ഇപ്രാവശ്യത്തേക്ക് ഒന്ന് മാപ്പാക്ക്. കള്ളു കുടിച്ച വയറ്റി കിടക്കണം. കള്ളു കുടിച്ചോർക്ക് കയറി കിടക്കാനുള്ള സ്ഥലമാണോടോ വയറ്? അപ്പൊ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുടിച്ചാ വയറ്റിയെ കിടക്കണ അല്ലടാ. ഞാൻ വയറ്റി കിടന്നണ്ടാ. നീ നിന്റെ അപ്പം കൊമ്പനക്കാട്ടും മാത്തുകുട്ടിയും ഒക്കെ വയറ്റി കിടന്നണ്ടാ. അതൊക്കെ കള്ളുടിച്ചിട്ടാണ്. നീ എന്നെ വീട്ടിൽ ഗാന്ധിജിനെ കുറ്റം പറയാനില്ല. വാടാ സുഹൃത്തുക്കളെ, ഇവിടെന്നെങ്ങാന് അനങ്ങിയ അപ്പനാ മോനാ നീ നോക്കില്ല. മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. മനസ്സിലായ? റജിയെ, അപ്പനെ കിട്ടിയാ? എന്താ വേണ? മിണ്ടായിരിക്കല്ലേ പറഞ്ഞത്. എന്റെ അരവിന്ദേട്ട പട്ടിയോ പൂച്ചയോ ആയിരുന്നെങ്കിൽ വല്ല ആറ്റിലോ നീറ്റിലോ കൊണ്ട് കളയായിരുന്നു. ഇതിപ്പോ സ്വന്തം അപ്പനായിട്ട് ജനിച്ചു പോയില്ലേ? അടി ഇന്ന് ഒഴിവായിട്ടില്ലല്ലേ? അത് നമ്മൾ എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുക്കില്ലേ? കള്ളു കുടിച്ച് ആരുടെയെങ്കിലും മെക്കിട്ട് കയറി 2 പെട കിട്ടിയല്ലേ അപ്പനിപ്പോ രാത്രി തുറക്കം സുഖാവൂ. പാവം ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അതെ, ഞാൻ ആ ഷാപ്പിന്റെ മുമ്പിലുള്ള യോഗത്തിനൊന്ന് കൂടി. നല്ല നല്ല കാര്യങ്ങൾ അറിവുള്ളവര് പറഞ്ഞു തരുമ്പോ കേട്ടിരുന്നു പോയി. ഇവനെ അത് ഇഷ്ടപ്പെട്ടില്ല. നാരായണൻ അറിയൂ, മദ്യവിമുക്തമായ കിന്നാശ്ശേരി, അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. ഇവനിത് അറിയേണ്ട കാര്യമില്ലല്ലോ. അതെ നാരായണേട്ടാ, ഒരു കോഴിയെ ഷാപ്പിൽ കൊടുത്ത് കുടിച്ചു, അത് പോട്ടേന്ന് വെക്കാം. കൂടെ അടയ്ക്കാണ്ട് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 കിലോ വരുന്ന 3 നാടല്ലേ ചാടിപ്പോയത്. എന്റെ ഭാഗ്യത്തിന് ഒരെണ്ണത്തിന് പെരപ്പുറത്തുനിന്ന് കിട്ടി. അതിനെ പിടിക്കാൻ കയറിയപ്പോഴാ ഇത് കണ്ടോ. നോക്കട്ടെ മോനെ. വേണ്ട, അപ്പം കാണണ്ട. ഇതൊന്നും കൂടാതെ ഒരെണ്ണത്തിന് സമ്മേളനത്തിന് അവിടെ കൊണ്ട് കളഞ്ഞില്ലേ? എന്നാൽ ആകെ നഷ്ടം കിലോയിൽ എത്ര, രൂപയിൽ എത്ര? അപ്പനൊന്ന് കൂട്ടി പറഞ്ഞേ. കൂട്ടല്ല, ഗുണിക്കണം. ഗുണിക്കണം. ആകെ കിലോ എത്ര, കിലോന്റെ വില എത്ര? അപ്പൊ കിലോന്റെ വില അറിയാണ്ട് തന്നെയായിരുന്നു അല്ലേ? എന്ത്? അല്ല, കിലോന് 100 രൂപ വില പറഞ്ഞിട്ടേ ഇറച്ചി വാങ്ങുന്ന കോരവയ്ക്കില് ഇറച്ചി വാങ്ങാതെ ചീത്ത വേണ്ട തിരിച്ചു പോയിക്കണേ. അപ്പൻ എന്നെ ഒന്ന് അങ്ങോട്ട് കൊല്ല്. അതെ, ഇതിവിടെ തരാൻ പറഞ്ഞു. ചാക്കോമാപ്പിള ഷാപ്പിൽ അടിയുണ്ടാക്കിയ കണക്കാ. ഗ്ലാസ് 3 35 രൂപ. ഗ്ലാസ് 2 പൊട്ടിയിട്ടുള്ളൂ, ഞാൻ എണ്ണീതാ. കോപ്പ 1 20 രൂപ. അത് ശരിയാ. കള്ളും കുപ്പി 2 10 രൂപ. ശരിയാ. അലമാരി ചില്ലൊന്ന് 50. അത് മാറ്റിയിടാൻ ആശാരിക്കൂലി 150. മൊത്തം 265. ഏത് ലോകത്താടാ അലമാരിയുടെ ചില്ല് മാറ്റാൻ ആശാരിക്ക് മുഴുവൻ കൂലി അരക്കൂലി കൊടുത്താൽ മതി കേട്ടാ. ഡാ മോനെ റെജി, ഇവൻ നിന്നെ പറ്റിക്കാൻ നോക്കട്ടാ. ശരി ശരി, രാഘവട്ടനോടെ ഞാൻ അവിടെ വന്ന് കണ്ടോളാന്ന് പറയും. ആളങ്ങനെ വരും. അപ്പാ ദാ, ഇത് മുഴുവൻ അപ്പനി 1 മാസം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണക്കുകളാ. മാസം തീരാൻ ഇനിയുണ്ട് 2-3 ദിവസം ബാക്കി. അപ്പനൊന്ന് മനസ്സ് വെച്ചാ നമുക്ക് ഈ കമ്പി മൊത്തത്തിൽ നിറയ്ക്കാം. ഞാൻ പൂട്ടോ. എവിടെ പോണു അവിടെ ഇരിക്കേ. ഗൗരിക്ക് മീൻ കിട്ടിയോ? ആ മീൻകാരൻ ജമാലിന്റെ സൈക്കിളിന്റെ പുറകെ ഓടുന്നത് കണ്ടു. പക്ഷെ പിടി കിട്ടിയിട്ടുണ്ടാവില്ല. ജമാല് ജീവനും കൊണ്ട് ആഞ്ഞു ചവിട്ടുന്നുണ്ടായിരുന്നു. മീൻ ഞാൻ മേടിച്ചോളാം. ഗൗരിയൊക്കെ എന്താ പറഞ്ഞാ മതി. ഇങ്ങനൊരു പണി കിട്ടിയ സുഖമായിരുന്നു. കിനാശ്ശേരിയിൽ നമ്മുടെ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഒറ്റ രക്തസാക്ഷിയുള്ളൂ, അത് ഞാനാ. അതും കൂടി ആലോചിച്ചിട്ട് വേണം സതീശൻ കൂലി പറയാൻ. നടുവിളിക്ക് പോയവരൊക്കെ പാർട്ടി രക്തസാക്ഷിയാക്കിയ പണിയെടുത്ത് ജീവിക്കുന്നവരൊക്കെ കുടുങ്ങി പോയില്ലേ ശ്രീധരേട്ടോ? ആഹാ, ഈ നടു അങ്ങനെ വെറുതെ വിളിക്കുന്നതല്ല. നിങ്ങളെ പോലുള്ള തൊഴിലാളി വർഗത്തിന് വേണ്ടി 96-ലെ കളക്ടറേറ്റ് മാർച്ചിന് പോയപ്പോ പോലീസിന്റെ ചവിട്ട് കൊണ്ട് വിളിക്കിയതാ. അന്നോട്ട് തുടങ്ങിയതാ ഈ ബെൽറ്റ് ഇടാൻ. വർഗബോധമില്ലാത്ത തൊഴിലാളി ബൂർഷ്വാസി ഒന്ന് തന്നെയാ. സതീശൻ അറിയോ, ക്യൂബയില് ഗറില്ലാ യുദ്ധം നടക്കുമ്പോ യുദ്ധം എവിടെങ്കിലും നടന്നോട്ടേന്ന് 18 തെങ്ങ് കയറിയിട്ടുണ്ട് ഞാൻ. നാട്ടു നടപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു കൂലിയെ ഞാൻ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഭൂഷാസി ആവാണെങ്കിൽ അങ്ങോട്ട് ആയിക്കോട്ടെ. ഈ നാട് നന്നാവുന്ന എനിക്ക് വിശ്വാസം ഇല്ല. എനിക്ക് തീരെ വിശ്വാസമില്ല.